എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്നുള്ള ആദ്യ ചാപ്റ്ററത്തെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ ചാപ്റ്റർ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് സോൾവ് ചെയ്യും നമ്മൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്യൂസ് വയർ കൃത്യമായ ആംബിയറേജ് മനസ്സിലാക്കി ഉപയോഗിക്കേണ്ടതാണ്. എന്തുകൊണ്ട്? ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഫ്യൂസ് വയറിന്റെ ആംബിയറേജുകൾ എഴുതുക. ഫ്യൂസ് വയർ കൃത്യമായ ആംബിയറേജ് മനസ്സിലാക്കി ഉപയോഗിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ്? ഓരോ ഡിവൈസസിനും ഒരു പ്രത്യേക കറണ്ട് റേറ്റിംഗ് ഉണ്ടാവും. പവർ, നമ്മൾ ഡിവൈസസിൽ പവർ എഴുതിയിട്ടുണ്ടാവും. അപ്പം ആംബിയറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആംബിയറേജ് ഇസ് ഈക്വൽ ടു വാട്ടേജ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ആണ് അല്ലേ? അല്ലെങ്കിൽ പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ആണ് എന്ത് നമ്മുടെ ആംബിയറേജ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഫ്യൂസ് വയർ കറക്റ്റ് ആംബിയറേജ് ഉപയോഗിച്ചില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഡിവൈസിന് ഒരു 1 ആംപിയർ കറണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചോ. അപ്പം ഈ കറണ്ട് നമ്മൾ 1 ആംപിയർ കറണ്ട് വരെ മാത്രമേ ആ ഡിവൈസിന് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സർക്യൂട്ടിലേക്ക് കൂടെ 1 ആംപിയറിന് മുകളിലുള്ള കറണ്ട് പോവുകയാണെങ്കിൽ ഡിവൈസ് ഡാമേജ് ആവും അല്ലേ? അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ നമ്മൾ 1 ആംപിയർ കറക്റ്റ് ആംപിയറേജ് ഉള്ള ഫ്യൂസ് വയർ തന്നെ അവിടെ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആംപിയറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ വലിയ കറണ്ട് റേറ്റിംഗ് ഉള്ള വലിയ ആംപിയറേജ് ഉള്ള ഫ്യൂസ് വയർ ചില ഡിവൈസസിന്, ഹൈ പവർ റേറ്റിംഗ് ഉള്ള ഡിവൈസസിന് വലിയ ആംപിയറേജ് ഉള്ള ഫ്യൂസ് വയേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അതെന്തുകൊണ്ടാണ്? അത്രയും കറണ്ട്, വലിയ കറണ്ട് റേറ്റിംഗ് ഉള്ള വലിയ ആംപിയറേജ് ഉള്ള ഡിവൈസിന് കൊണ്ടുപോയിട്ട് നമ്മൾ ചെറിയ കറണ്ട് റേറ്റിംഗ് ഉള്ള ഫ്യൂസ് വെച്ച് കഴിഞ്ഞാൽ ആ ഡിവൈസ് വർക്ക് ചെയ്യാൻ പറ്റുകയില്ല. എന്തുകൊണ്ടാണ്? ആ ചെറിയ കറണ്ട് പോകുമ്പോൾ തന്നെ ഫ്യൂസ് അങ്ങോട്ട് മെൽട്ടാവും. അപ്പം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല ഡിവൈസ്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായ ആംബിയറേജ് മനസ്സിലാക്കി ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഞാനിവിടെ ആൻസർ എഴുതി തന്നിട്ടില്ല. നിങ്ങൾ വലിയ കുട്ടികളായി. അപ്പം നിങ്ങൾ കാര്യം മനസ്സിലാക്കി നിങ്ങളുടെ സെൻറ്റൻസിൽ എഴുതാൻ പഠിക്കണം. ഓക്കെ. അപ്പം ഇനി മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഫ്യൂസ് വയറിൻ്റെ ആംബിയറേജുകൾ എഴുതുക. ഏതൊക്കെ ഫ്യൂസ് വയേഴ്സ് ആണ് നമുക്ക് കിട്ടുക നോക്കാം. അപ്പം 0.2 ആംപിയറിൻ്റെ അതുണ്ട്, 0.3 ആംപിയറിൻ്റെ ഫ്യൂസ് വയേഴ്സ് ഉണ്ട്, 1 ആംപിയർ ഉണ്ട്, 3 ആംപിയറിൻ്റെ ഫ്യൂസ് വയർ ഉണ്ട്, 5 ആംപിയറിൻ്റെ ഫ്യൂസ് വയേഴ്സ് ഉണ്ട്, 10 ആംപിയർ ഉണ്ട്, 13 ആംപിയേഴ്സ് ഉണ്ട്, 15 ആംപിയേഴ്സ് ഉണ്ട്, 50 ആംപിയേഴ്സ് ഉണ്ട്. 50 ആംപിയേഴ്സ് ഒക്കെ വരുമ്പോൾ വലിയ നമ്മുടെ മെയിൻ സ്വിച്ചിൻ്റെ അവിടെ പോൾ സ്വിച്ച്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഫ്യൂസ് ഒക്കെ വരുന്നതാണ് ഈ 50 ആംപിയർ ഫ്യൂസ് എന്ന് പറയുന്നത്. മുഴുവൻ ഹൗസിനും വേണ്ടിയിട്ടുള്ള ഫ്യൂസൊക്കെയാണ് വലിയ കറണ്ട് റേറ്റിംഗിൽ വരുള്ളൂ. നമ്മുടെ സാധാ ഡിവൈസസിന് വരുന്നത് ഫാന്, ബൾബൊക്കെ യൂസ് ചെയ്യുമ്പോൾ 0.2, 0.3, പിന്നെ 1 ആംപിയർ, പിന്നെ 3, പിന്നെ 13 ഒക്കെയാണ് നമ്മുടെ വലിയ 13 അല്ലെങ്കിൽ 15 ഒക്കെ വരിക. നമ്മുടെ AC, മൈക്രോവേവ് ഓവൻ, അങ്ങനെയുള്ള വലിയ കറണ്ട് റേറ്റിംഗുള്ള ഡിവൈസസിന് അത്രയൊക്കെ വരുള്ളൂ. മാക്സിമം അത്രയൊക്കെ വരുള്ളൂ. 50 ആംപിയർ ഞാൻ എഴുതിയത് 50 ആംപിയർ ഒക്കെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് തരുന്ന ഫ്യൂസ് വയർ, പോൾ ഫ്യൂസ് എന്ന് പറയും അതിന്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്തതൊരു കണക്കാണ്. 230 വോൾട്ട് സപ്ലൈയുമായി ഒരു താപന ഉപകരണം ബന്ധിപ്പിച്ചപ്പോൾ സർക്യൂട്ടിലൂടെ 0.5 ആംപിയർ കറണ്ട് പ്രവഹിക്കുന്നു. സർക്യൂട്ടിലൂടെ 5 മിനിറ്റിൽ പ്രവഹിക്കുന്ന വൈദ്യുത ചാർജിൻ്റെ അളവ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? V = 230 വോൾട്ട്. കറണ്ടും തന്നിട്ടുണ്ട്. കറണ്ട് ഇസ് ഈക്വൽ ടു 0.5 ആംപിയർ. ടൈം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എയിൽ ടൈം ഇസ് ഈക്വൽ ടു 5 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിനിറ്റ് എന്നുള്ളത് നമുക്ക് SI യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ 5 × 60 സെക്കൻഡ്. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ SI യൂണിറ്റിലായി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? സർക്യൂട്ടിൽ 5 മിനിറ്റിൽ പ്രവഹിക്കുന്ന വൈദ്യുത ചാർജിൻ്റെ അളവ്. ക്യൂവിൻ്റെ ഇക്വേഷൻ എന്താ? Q = IT അല്ലേ? I × T. അല്ലെങ്കിൽ നമുക്ക് I = Q/T. ആ ഇക്വേഷൻ എന്നാണ് എന്ത്? Q = IT കിട്ടുക. അപ്പോൾ I എത്രയാ? 0.5 മൾട്ടിപ്ലൈഡ് ബൈ 5 × 60. ഓക്കെ. 5 × 60. അതെന്തുകൊണ്ടാണ് നമ്മൾ ടൈം 5 മിനിറ്റ് തന്നിരിക്കണം. അതിനെ സെക്കൻഡിലേക്ക് മാറ്റണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 150 കൂളോം എന്ന് കിട്ടും. അതിൽ ഓപ്ഷനിലുണ്ടല്ലോ 150 കൂളോം. ഇനി ബി, സർക്യൂട്ടിൻ്റെ പ്രതിരോധം എത്ര? പ്രതിരോധം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? R = V/I, ഓംസ് ലോ അല്ലേ? V/I. V എത്രയാ? 230, I 0.5. അപ്പോൾ എത്ര കിട്ടും?
460 ohms. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓംസ്. സർക്യൂട്ടിലൂടെ 5 മിനിറ്റ് വൈദ്യുതി ഒഴുകിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് കണക്കാക്കുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ? നമ്മുടെ H ഈക്വൽസ് I² RT. I എത്രയാ? 0.5 സ്ക്വയർ. R നമ്മൾ കണ്ടുപിടിച്ചു 460. ടൈം എത്രയാ? 5 മിനിറ്റ്. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 5 × 60 സെക്കൻഡ്. ഓക്കെ, അപ്പം വീഡിയോ പോസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 34,500 ജൂൾസ്. ഇത് ഹീറ്റ് എനർജിയാണ്, അതുകൊണ്ടാണ് എന്ത് ജൂൾസ് വരുന്നത്. ഓക്കെ, ഇനി സർക്യൂട്ടിലെ വയറിന്റെ പ്രതിരോധം അവഗണിച്ചാൽ അതിൽ ബന്ധിപ്പിച്ച താപന ഉപകരണത്തിന്റെ പവർ എത്ര? പവറിന്റെ ഇക്വേഷൻ എന്താ? P ഈക്വൽസ് VI. അപ്പോൾ ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് എടുക്കുന്നില്ല. P ഈക്വൽസ് VI. V എത്രയാ? 230. I 0.5. 230 × 0.5. 0.5 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? അപ്പോൾ 230/2 എത്ര കിട്ടും? 115 വാട്ട്. വാട്ടാണ് എന്ത്? പവറിൻ്റെ യൂണിറ്റ്. മനസ്സിലായല്ലോ? എല്ലാം ക്വസ്റ്റ്യൻ വായിച്ച് കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറക്റ്റ് ആൻസർ കിട്ടും. ഇനി ജൂൾ നിയമപ്രകാരം വൈദ്യുതി പ്രവഹിക്കുന്ന സർക്യൂട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം H ഈക്വൽസ് I² RT ആണ്. ഉപകരണം പ്രവർത്തിക്കുന്ന വോൾട്ടതയിൽ വ്യത്യാസം വരുത്താതെ പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ താപം വർദ്ധിക്കുമോ? വിശദീകരിക്കുക. അപ്പം നമുക്കിവിടെ കറണ്ട് ഉള്ള ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. H ഈക്വൽസ് I² RT ആണ്. അതേപോലെ ഇത് എനർജിയാണ്. എനർജീൻ്റെ നമ്മൾ 3 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. P ഈക്വൽസ് എനർജി ഈക്വൽ VIT, എനർജി ഈക്വൽസ് I² RT ആൻഡ് എനർജി ഈക്വൽസ് V²/R × T. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വോൾട്ടതയിൽ വ്യത്യാസം വരുത്താതെ. അപ്പോൾ നമുക്ക് H ഈക്വൽസ് V²/R × T എന്നുള്ള ഇക്വേഷൻ എടുക്കാം. അപ്പം വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ താപം വർദ്ധിക്കുമോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നിന്ന് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് H is ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R എന്ന് പറയാം. വിപരീതാനുപാതത്തിലാണ്. ഏത്? ഹീറ്റ് പ്രൊഡ്യൂസ്ഡും റെസിസ്റ്റൻസും. പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ എന്ത് പറ്റും? ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ വിപരീതാനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ഡിക്രീസ് ചെയ്യും അല്ലേ? റെസിസ്റ്റൻസ് കൂട്ടിയ പ്രതിരോധം വർദ്ധിപ്പിച്ച ഹീറ്റ് എനർജി കുറയുക ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ? താപം വർദ്ധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കണേ. താപം വർദ്ധിക്കില്ല. താപം എന്ത് പറ്റും? താപം ഇവിടെ റെസിസ്റ്റൻസ് കൂട്ടിയ പ്രതിരോധം കൂട്ടിയ താപം കുറയുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും? താപം കുറയും, താപം വർദ്ധിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ. മനസ്സിലായി വിചാരിക്കുന്നു. ഇനി അടുത്തത് വലിയൊരു ടേബിളാണ്. 230 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കാൻ തയ്യാറാക്കിയ ഒരു താപന ഉപകരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പട്ടികയിൽ. ഉപകരണത്തിന്റെ വോൾട്ടതയിലും പ്രതിരോധത്തിലും വരുന്ന മാറ്റങ്ങൾ താപത്തിലും പവറിലും ഉണ്ടാക്കുന്ന മാറ്റം കണക്കാക്കി പട്ടിക പൂർത്തിയാക്കുക. പൂർത്തീകരിച്ച പട്ടിക വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, ഇവിടെ ആദ്യത്തേത് സാമ്പിൾ ചെയ്ത് തന്നിട്ടുണ്ട്. 230 വോൾട്ടും 57.5 ഓമും ഉണ്ട്. I ഈക്വൽസ് V/R, H ഈക്വൽസ് VIT, P ഈക്വൽസ് V × I or P ഈക്വൽസ് H/T. ഈ 3 ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യത്തെ ചെയ്ത് രണ്ടാമത്തെ 230 and 115 അല്ലേ? അപ്പം ഫസ്റ്റ് കേസ് എന്താ? V ഈക്വൽസ് 230 വോൾട്ട്, I ഈക്വൽസ് R is given. R is equal to 115 ohm. അപ്പോൾ I എത്രയാ? I ഈക്വൽസ് V/R. V/R എത്രയാ? V എത്രയാ? 230, R 115. അപ്പോൾ 230/115. അപ്പം നമുക്ക് എത്ര കിട്ടും? 2 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 2 ആംപിയർ. ഇനി H ഈക്വൽസ് VIT. H ഈക്വൽസ് VIT. അപ്പോൾ ഇവിടെ ടൈം തന്നിട്ടില്ല, നമുക്ക് 1 സെക്കൻഡ് എന്ന് എടുക്കാം. വേറെ അവരൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പം 1 സെക്കൻഡ് എന്ന് എടുക്കാം. ഓക്കെ, വേറെ തരാത്തത് കാരണം നമുക്ക് ചെയ്യാൻ വേറെ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ബന്ധപ്പെട്ട വിവരങ്ങളാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, ടൈം പറഞ്ഞിട്ടില്ല. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റിൽ നോക്കി, അതിലും വേറെ വാല്യൂസ് ടൈമിന് തന്നിട്ടില്ല. അപ്പം ഇപ്പം നമുക്ക് തൽക്കാലം 1 സെക്കൻഡ് എടുക്കാം. എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളിൽ VIT എന്നുള്ളതിൽ ഒരു 1 സെക്കൻഡ് എടുത്തിട്ടാണ് ഈ 920 ജൂൾസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം V എത്രയാ? V 230, I
2 ആംപിയർ, ടൈം 1 സെക്കൻഡ്. 230 × 2 അപ്പോൾ എത്ര വരും? 460 വരും ഇവിടെ. 460. ഇനി P = h/t അല്ലേ? h എത്രയാ? 460 ഡിവൈഡഡ് ബൈ 1. ഇത് നമുക്ക് 460 ജൂൾസ് കിട്ടും. ജൂളാണേ. അപ്പോൾ പവർ എത്ര കിട്ടും? 460 വാട്ട് എന്ന് കിട്ടും. 460 വാട്ട്. ഇനി അടുത്തത് ചെയ്ത് നോക്കാം. 230 ഇത് വേഗം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഇത് എത്രയാണ് വരിക? 230 ഐ എത്ര വരും? 1 ആംപിയർ വരും. 1 ആംപിയർ. പിന്നെ എച്ച് എത്ര വരും? h = VIT. V 230, I 1, ടൈം 1. അപ്പോൾ എത്ര വരും? 230 വാട്ട് തന്നെ വരും. ഇത് സെയിം വാല്യൂ ആണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതി കാണിക്കാത്തത്. ഇനി എന്താ? P = h/t. h എത്രയാ? 230 ജൂൾ. 230/1. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം വരുന്നുള്ളൂ? ഇത് പവറാണ്. അപ്പോൾ 230 വാട്ട് വരും. അടുത്ത ചെയ്യാം. 1 2 3 നാലാമത്തെ ടേബിൾ, നാലാമത്തെ കോളം എത്രയാ? V = 115. പിന്നെ റെസിസ്റ്റൻസ് R = 57.5 ohms. കണ്ടുപിടിച്ചോളൂ. I = V/R. ഓക്കെ, I = V/R. V എത്രയാ? V 115 by 57.5. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ നമുക്ക് 115/57.5 2 ആംപിയർ കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ 2 ആംപിയർ. h = VIT. V എത്രയാ? 115. I 2 ആംപിയർ. ടൈം നമ്മൾ 1 തന്നെ എടുത്തിരിക്കണം. അപ്പോൾ 115 × 2 × 1. ഇപ്പോൾ ഇവിടെ എത്ര കിട്ടും? 230 ജൂൾസ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 230 ജൂൾസ്. പിന്നെ അതേപോലെ പവർ h/t. h/t എത്രയാ? 230/1 സെക്കൻഡ്. 230 വാട്ട് എന്ന് കിട്ടും. ഇനി അതേപോലെ അടുത്തത് ലാസ്റ്റത്തെ V എത്രയാ? V = 460 വോൾട്ട്. ആൻഡ് റെസിസ്റ്റൻസ് പ്രതിരോധം എത്രയാ? 57.5 ohms. അപ്പം I = V/R. V 460, റെസിസ്റ്റൻസ് 57.5. ഇവിടെ നമുക്ക് 8 ആംപിയേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 8 ആംപിയർ ഫില്ല് ചെയ്യുക. അപ്പോൾ തന്നെ ഫില്ല് ചെയ്യുക, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. പിന്നെ h = VIT. V 460, I 8, ടൈം 1. ഇവിടെ വലിയൊരു വാല്യൂ കിട്ടും. 3680 ജൂൾസ് എന്ന് കിട്ടും ഇവിടെ. അപ്പം 3680 ജൂൾസ്. അതിനെ ഡിവൈഡഡ് ബൈ ടൈം എത്രയാ? 1 സെക്കൻഡ്. അപ്പോൾ ടൈം 1 സെക്കൻഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് എത്ര കിട്ടും? 3680 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, അതേ വാല്യൂ നിങ്ങൾക്ക് P = VI വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അത് ഏത് ഫോമുല വേണം, ഞാൻ ഒരു മെത്തേഡ് കാണിച്ചു തന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു പവർ വ്യത്യാസപ്പെടാനുള്ള കാരണം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഉപകരണം പ്രവർത്തിപ്പിക്കുന്ന വോൾട്ടത അതിൻ്റെ പവറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എല്ലാം 230 വോൾട്ട് 230 വോൾട്ട് 230 വോൾട്ട്. ഇവിടെ അതിനെക്കാളും കുറവാണ് എന്ത് വോൾട്ടേജ് വന്നിരിക്കുന്നത് അല്ലേ? അതിൻ്റെ പകുതി വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 460 ഡബിൾ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം പവർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് അല്ലേ? പവർ = VI അല്ലേ? അപ്പോൾ വോൾട്ടേജ് ആണ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്. അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ ഇവിടെ വോൾട്ടേജ് ഒക്കെ സെയിം ആണ്, പക്ഷേ റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ ഫാക്ടേഴ്സും നോക്കണം. ഇവിടെ വോൾട്ടേജ് മാത്രമല്ല ഇവിടെ ചേഞ്ച് ചെയ്യണത്, ഇവിടെയൊക്കെ റെസിസ്റ്ററും ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? റെസിസ്റ്റൻസ് പ്രതിരോധവും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ 230യും പ്രതിരോധം വളരെ കുറവാണ്. അപ്പോൾ എത്ര വന്നു? കറണ്ട് 2 ആംപിയറും ഇപ്പോൾ പവർ 460 വാട്ട് വന്നു. ഇവിടെ നോക്കൂ, വോൾട്ടേജ് ഡബിൾ ആയിരിക്കുന്നുണ്ട്. ഇവിടെ 230യും 460യും നോക്കുമ്പോൾ വോൾട്ടേജ് ഡബിൾ ആയിരിക്കുന്ന സമയത്ത് എന്ത് വന്നു നോക്കൂ? പവർ നോക്കൂ, നല്ലോണം കൂടി 3680 ആയിട്ടുണ്ട്. അപ്പം നല്ല എന്താ പറയുക, നല്ലോണം വോൾട്ടേജ് കൂടുമ്പോൾ പവറും അതിനനുസരിച്ച് കൂടും. അപ്പം വോൾട്ടത കൂടുമ്പോൾ പവറും കൂടും. ഇനി ഉപകരണത്തിന്റെ പ്രവർത്തന വോൾട്ടതയിൽ മാറ്റം വരുത്താതെ പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ പവറിന് എന്തു മാറ്റം ഉണ്ടാകും? പ്രവർത്തന വോൾട്ടതയിൽ മാറ്റം വരുത്താതെ പ്രതിരോധം വർദ്ധിപ്പിക്കുക. അപ്പം പ്രവർത്തന വോൾട്ടതയിൽ മാറ്റം വരുത്താതെ എന്നുള്ളത് നമുക്ക് ഈ 3 എടുക്കാം. 3ലും എന്താ? സെയിം വോൾട്ടേജ് ആണ്. അതിൽ പ്രതിരോധം വർദ്ധിപ്പിച്ചു. എവിടെയാണ് പ്രതിരോധം വർദ്ധിപ്പിച്ചത്? 57.5
57.5 ഉണ്ടായത് 115 പിന്നെ 230 അല്ലേ? നമ്മൾ ഈ ടേബിൾ വെച്ച് അനലൈസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് എഴുതണം. അപ്പം 57.5 പിന്നെ ഡബിൾ ചെയ്തു, പിന്നെയും ഡബിൾ ചെയ്തു. അപ്പോൾ എന്ത് പറ്റി നോക്ക്, ഇവിടെ പവർ ആദ്യം 920, പിന്നെ 460, പിന്നെ 230 അല്ലേ? അപ്പോൾ എന്ത് പറ്റുകയാണ്, പവർ കുറയും. മനസ്സിലായല്ലോ? പ്രതിരോധം വോൾട്ടതയിൽ വ്യത്യാസം വരുത്താതെ പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ പവറിന് എന്ത് പറ്റും, പവർ കുറയും. എന്തുകൊണ്ടാ? P = V²/R. അപ്പോൾ ഈ V² എന്നുള്ളത് V മാറ്റുന്നില്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും നമുക്ക്, പവർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. വിപരീതാനുപാതത്തിലാവും എന്ത്, വോൾട്ടതയിൽ വ്യത്യാസം വരുന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് എന്താ പറ്റുന്നത്. അപ്പം വോൾട്ടതയിൽ മാറ്റം വരുത്താതെ പ്രതിരോധം വർദ്ധിപ്പിച്ച പവർ കുറയും. ഇനി വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന താപന ഉപകരണങ്ങൾ 230 വോൾട്ട് പവർ വർദ്ധിപ്പിക്കാനായി നിർമ്മാണത്തിൽ വരുത്തേണ്ട മാറ്റം എന്ത്? അപ്പം പിന്നെ താപന ഉപകരണങ്ങളിൽ പവർ വർദ്ധിപ്പിക്കാൻ 230 വോൾട്ട് എന്നുള്ളത് എന്താണ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്. ഇപ്പം നേരത്തെ ഓപ്ഷൻ ബിയിൽ പറഞ്ഞ അതേ സംഭവമാണ് ഇവിടെ വേറെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 230 വോൾട്ട് ഉള്ള താപന ഉപകരണങ്ങളിൽ പവർ വർദ്ധിപ്പിക്കാനായി നിർമ്മാണത്തിൽ വരുത്തേണ്ട മാറ്റം. എന്ന് പറഞ്ഞാൽ പവർ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, റെസിസ്റ്റൻസ് കുറയണം അല്ലേ? റെസിസ്റ്റൻസിൻ്റെ നമ്മൾ 9th പഠിച്ചാണ്. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് അല്ലേ? അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, റെസിസ്റ്റൻസ് കുറക്കുകയാണ് വേണ്ടത്. അപ്പം ചെറിയ ലെങ്ത് ഉള്ള മെറ്റീരിയൽസ് എടുക്കുക, അതേപോലെ തിക്കായിട്ടുള്ള കണ്ടക്ടേഴ്സ് എടുക്കുക. അപ്പോൾ എന്ത് പറ്റും, റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ എന്താ ഇവിടെ ചെയ്യിക്കേണ്ടത്, റെസിസ്റ്റൻസ് കുറക്കാനുള്ള മെത്തേഡാണ് കണ്ടുപിടിക്കേണ്ടത്. 230 വോൾട്ടാണ് എല്ലാ ഉപകരണങ്ങൾക്കും കൊടുക്കുക, പാരലൽ കണക്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, അപ്പം പവർ വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ കണ്ടു, ഈ ഡാറ്റയിൽ നിന്ന് ഈ ടേബിളിൽ നിന്ന് നമ്മൾ കണ്ടു, പവർ വർദ്ധിപ്പിക്കണമെങ്കിൽ റെസിസ്റ്റൻസ് കൂട്ടണം. റെസിസ്റ്റൻസ് കൂട്ടാൻ എന്ത് ചെയ്യണം, നമുക്കിവിടെ പവർ വർദ്ധിപ്പിക്കണമെങ്കിൽ 230 വോൾട്ട് പവർ വർദ്ധിപ്പിക്കണമെങ്കിൽ റെസിസ്റ്റൻസ് കുറക്കണം. റെസിസ്റ്റൻസ് കുറക്കണമെങ്കിൽ ലെങ്ത് കുറക്കണം, ഏരിയ കൂട്ടണം. ഏരിയ കൂട്ടുക എന്ന് പറഞ്ഞാൽ തിക്കായിട്ടുള്ള വയേഴ്സ് എടുക്കുക, തിക്കായിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതിയെടുക്കുക, കൺസെപ്റ്റ് മനസ്സിലായാൽ. ഓക്കെ, ഇനി അടുത്തത് ഒരു ടേബിളാണ്. ഈ ടേബിളിൽ ഫ്യൂസിൻ്റെ ആംപിയറേജുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അപ്പം വാട്ടർ ഹീറ്റർ, എയർ കണ്ടീഷണർ, TV, കമ്പ്യൂട്ടർ ഒക്കെ തന്നിട്ടുണ്ട്. നമുക്കിത് ടേബിൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. V തന്നിട്ടുണ്ട്, P തന്നിട്ടുണ്ട്, I = P/V, 19 ആംപിയേഴ്സ് കിട്ടി. ആംപിയറേജ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ആംപിയറേജ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം കറണ്ട് റേറ്റിംഗ് കാണും. കറണ്ട്, അതിനെ കൂടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്യാമെന്ന് നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കും. എന്നിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയ ഫ്യൂസ് വയേഴ്സ് അല്ലേ, അപ്പോൾ നമ്മളൊരു ഫ്യൂസ് വയർ കറക്റ്റ് ആംപിയറേജ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് അതിന് കുറച്ചധികമുള്ള ഫ്യൂസ് വയർ എടുക്കണം. എക്സാക്ട്ലി അതേ വാല്യൂ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല, പിന്നെ അതേ കറക്റ്റ് വാല്യൂ എടുക്കാൻ പാടില്ല, കുറച്ച് കൂടുതലുള്ളത് എടുക്കണം. ഓക്കെ, അപ്പോൾ അടുത്തതിൽ എങ്ങനെ കിട്ടും നോക്കാം നമുക്ക്. അപ്പം ഹീറ്റർ പറഞ്ഞു, എയർ കണ്ടീഷണറിൽ 230 വോൾട്ട് പിന്നെ 14.5 ആംപിയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് AC-ൻ്റെയാണ് ചെയ്യുന്നത്. V = 230 വോൾട്ട്. അപ്പം എന്താ കണ്ടുപിടിക്കേണ്ടത്, പവർ കറണ്ട് തന്നിട്ടുണ്ട് അല്ലേ, രണ്ടാമത്തെ ടേബിളിൽ കറണ്ട് തന്നിട്ടുണ്ട്. I = 14.5 ആംപിയർ. അപ്പം ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് P ആണ് ഇവിടെ ബ്ലാങ്ക് ആയിരിക്കുന്നത്. P എത്രയാ, P = VI എത്ര വരും, അപ്പം V എത്രയാ, 230 × 14.5 മൾട്ടിപ്ലൈ ചെയ്തോളൂ, വലിയൊരു നമ്പർ കിട്ടും, 3335 വാട്ട് എന്ന് കിട്ടും. 3335 വാട്ട്. AC അല്ലേ, വലിയ പവർ റേറ്റിംഗ് ആയിരിക്കും. അതേപോലെ ആംപിയറേജ്, ഈ ആംപിയറേജ് ഇവിടെ 14.5 ആംപിയർ ആണ് അതിലെ കൂടെ ഫ്ലോ ചെയ്യാൻ പറ്റുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്ലൈറ്റ്ലി ഹയർ ദാൻ ദാറ്റ് ആണ്. എന്താ, അതിനേക്കാണെങ്കിൽ കുറച്ചുകൂടി കൂടുതലുള്ള കറണ്ട് റേറ്റിംഗ് ഉള്ള ഫ്യൂസ് എടുക്കണം. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂസ് വയർ 15 ആംപിയറിൻ്റെ ഫ്യൂസ് വയറാണ്. അങ്ങനെയാണ് ആ ഉപയോഗിക്കേണ്ട ഫ്യൂസിൻ്റെ ആംപിയറേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി
ടി വിക്ക് 230 വോൾട്ടും 57.5 വാട്ടും ആണുള്ളത്. അപ്പോൾ ടി വിൻ്റെത് എന്താ ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഐ ആണ് അവിടെ ടേബിൾ ബ്ലാങ്ക് ആയിരിക്കുന്നത്. ഐ ഈക്വൽസ് പി ബൈ വി. പി എത്രയാ? 57.5. വി എത്രയാ? 230. ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങളുടെ വാല്യൂ കിട്ടുക 0.25 ആംപിയർ. 0.25 ആംപിയർ കിട്ടും. ഈ 0.25 ആംപിയർ കിട്ടില്ല നമുക്ക് ഫ്യൂസ് വയർ. അപ്പോൾ അതിനെക്കാണെങ്കിൽ കൂടുതലുള്ള എത്രയാ? 0.3 ആംപിയർ. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ അവൈലബിൾ ഫ്യൂസ് വയേഴ്സ്. അപ്പോൾ 0.3 ആംപിയർ ആണ് അവിടെ കിട്ടുക. ഇനി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അവിടെ എത്രയാണ് വരിക? ലാപ്ടോപ്പ് എഴുതാം. ലാപ്ടോപ്പ് വി ഈക്വൽസ് 230 വോൾട്ട്. പവർ തന്നിട്ടില്ല. ഐ ഈക്വൽസ് 0.125 ആംപിയർ. അപ്പോൾ നമുക്ക് പി കണ്ടുപിടിക്കാം. പി ഈക്വൽസ് വി ഐ. വി എത്രയാ? 230. ഐ 0.125 ആംപിയർ. അപ്പോൾ ഇവിടെ കിട്ടുക 28.75 വാട്ട് എന്ന് കിട്ടും. 28.75 വാട്ട്. ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം, നോക്കി എഴുതരുത്. ഇനി ഇവിടെ ആംപിയറേജ് എത്രയാണ് എടുക്കേണ്ടത്? നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യണ എത്രയാ? 0.125. അപ്പോൾ ആംപിയറേജ് ഇതിൽ കുറച്ചുകൂടി കൂടുതലുള്ള. അപ്പോൾ നമുക്കിവിടെ 0.2 ആംപിയറിൻ്റെ ഫ്യൂസ് വയർ എടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ആദ്യം കറണ്ട് എത്രയാണ് ഫ്ലോ ചെയ്യുന്നത് കാണും. അപ്പോൾ അതിന് കുറച്ചുകൂടി കൂടുതലുള്ള ഫ്യൂസ് വയറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇനി പ്രവർത്തന വോൾട്ടത 230 വോൾട്ട് ആയ ഒരു വൈദ്യുത ഉപകരണത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫ്യൂസ് 2.2 ആംപിയറേജിൻ്റെതാണ് എങ്കിൽ അതിൻ്റെ പവർ, അവിടെ 3-4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ തന്നെ? വി ഈക്വൽസ് 230 വോൾട്ട്. ഫ്യൂസ് വയറിൻ്റെ ആംപിയറേജ് ആയി. കറണ്ട് റേറ്റിംഗ് എത്രയാണ്? 2.2 ആംപിയർ ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? പവർ അല്ലേ കണ്ടുപിടിക്കണ്ടേ? പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അത്രയേ ഉള്ളൂ. വോൾട്ടേജ് എത്രയാണ്? 230. കറണ്ട് 2.2. അപ്പോൾ എത്ര കിട്ടും? 506 വാട്ട് എന്ന് കിട്ടും. ഇനി നമുക്ക് ഓപ്ഷനിൽ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിരിക്കണേ? 300-ൽ കുറവ്, 500 വാട്ടിനും 510-നും ഇടയിൽ, 510-ൽ കൂടുതൽ, 300 മുതൽ 500 വരെ. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയിരിക്കുന്നത്? 506 വാട്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടും. 500-നും 510 വാട്ടിനും ഇടയിലാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് കുറേ കണക്കുണ്ട് ചെയ്യാം. ഒരു 230 വോൾട്ട് 115 വാട്ട് ഫിലമെന്റ് ലാമ്പ് സർക്യൂട്ടിൽ 10 മിനിറ്റ് പ്രവർത്തിപ്പിക്കുന്നു. ബൾബിലൂടെ പ്രവർത്തിക്കുന്ന കറണ്ട് എത്ര? വി ഈക്വൽസ് 230 വോൾട്ട്. പവർ പി ഈക്വൽസ് 115 വാട്ട്. ഇനി ഫസ്റ്റ് കറണ്ട് ടൈമും തന്നിട്ടുണ്ട് അല്ലേ? ടൈം ടി ഈസ് ഈക്വൽ ടു 10 മിനിറ്റ്. 10 മിനിറ്റിനെ സെക്കൻഡിലാക്കാം. 10 × 60 സെക്കൻഡ്. ബൾബിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്ര? കറണ്ടിന്റെ ഇക്വേഷൻ എന്താ? നമുക്ക് പി ഈക്വൽസ് വി ഐ ആണ്. ഐ ഈക്വൽസ് പി ബൈ വി. പി എത്രയാ? പി 115, വി 230. രണ്ടും 1/2 എന്ന് കിട്ടും. 0.5 ആംപിയർ. ഇനി ബി, 10 മിനിറ്റിനുള്ളിൽ ബൾബിലൂടെ പ്രവഹിക്കുന്ന ഇലക്ട്രിക് ചാർജ് എത്ര? ചാർജിന്റെ ഇക്വേഷൻ എന്താ? നമുക്ക് കറണ്ടിന്റെ ഇക്വേഷൻ അറിയാം. ഐ ഈക്വൽസ് ക്യൂ ബൈ ടി. അപ്പം ചാർജ് ആണ് എന്ത്? ക്യൂ. ക്യൂ ഈക്വൽസ് ഐ ഇൻറ്റു ടി. ഐ എത്രയാ? നമുക്ക് തന്നിരിക്കുന്ന ഐ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 0.5. ടൈം എത്രയാണ് തന്നെ? 10 മിനിറ്റ്. അപ്പം നമുക്ക് എന്താ ആദ്യം SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 10 × 60. അപ്പം 0.5 × 10 × 60. അപ്പോൾ എത്ര കിട്ടും? 300 കിട്ടും. 300 കുളോം. ഓർമ്മയുണ്ടല്ലോ? യൂണിറ്റ് ഓഫ് ചാർജ് എന്താ? കുളോം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഇലക്ട്രിക് ഹീറ്ററിന്റെ ടെർമിനലിനിടയിൽ 60 വോൾട്ട് നൽകുമ്പോൾ അത് 4 ആംപിയർ കടത്തിവിടുന്നു എങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം 120 ആയാൽ കറണ്ട് എത്രയായിരിക്കും? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നല്ല ഹൈലൈറ്റ് ചെയ്ത് വെച്ചോളൂ. രണ്ട് വോൾട്ടേജിൽ പ്രവർത്തിക്കുമ്പം ഒരേ ഇലക്ട്രിക് ഡിവൈസിന്, ഒരേ എക്യുപ്മെൻറ്റിന് എന്ത് വ്യത്യാസമാണ് വരുന്നത് യൂസേജിൽ, കറണ്ട് യൂസേജിൽ? ഹീറ്ററിൻ്റെ ടെർമിനലിനിടയിൽ 60 വോൾട്ട് നൽകുമ്പോൾ, ഇപ്പോൾ 2 സംഭവങ്ങളുണ്ട് ഇവിടെ. 2 വോൾട്ടേജും 2 കറണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തേതിനെ V1 എടുക്കാം. V1 is equal to 60 വോൾട്ട്. I1 is equal to 4 ആംപിയർ അല്ലേ? അതേപോലെ V2 is equal to 120 വോൾട്ട്. കറണ്ട് എത്ര എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് I2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സെയിം ഇലക്ട്രിക് ഹീറ്റർ ആണ് എന്ത് രണ്ടിലും യൂസ് ചെയ്യുന്നത്. സെയിം ഇലക്ട്രിക് ഹീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രതിരോധം കോൺസ്റ്റന്റ് ആയിരിക്കും.
R is same. രണ്ടിലും റെസിസ്റ്റൻസ് സെയിം ആണ്. എന്തുകൊണ്ടാ? ഒരേ ഇലക്ട്രിക് ഹീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് കേസിൽ R is equal to V/I, അതിനെ V1/I1 എന്ന് എടുക്കാം. സെക്കൻഡ് കേസിൽ R is equal to V2/I2 എന്ന് എടുക്കാം. ഓക്കെ, ഈ ലോജിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സെയിം ഡിവൈസ് തന്നു കഴിഞ്ഞാൽ. അപ്പോൾ രണ്ടിലും റെസിസ്റ്റൻസ് സെയിം ആയത് കാരണം നമുക്ക് V1/I1 is equal to V2/I2 എന്ന് എഴുതാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? I2 is equal to V2/V1 into I1. V2 എത്രയാ? 120, V1 60, I1 4. അപ്പം 2 into 16 120 ക്യാൻസൽ ആവും. അപ്പോൾ 2 into 4 8 amperes ആവും. അപ്പോൾ നോക്കൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 120 ആക്കി, ഡബിൾ ആയി. അപ്പോൾ എന്ത് ചെയ്തു? കറണ്ടും ഡബിൾ ആയി. ഓംസ് ലോ പ്രകാരം സെയിം കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് സെയിം ആണെന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുക ഒരേ ഡിവൈസ്, ഒരേ രണ്ട് സർക്യൂട്ടിൽ യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ 2 ഓം 3 ഓം 6 ഓം പ്രതിരോധമുള്ള പ്രതിരോധകങ്ങൾ നൽകിയിരിക്കുന്നു. ഇവ മൂന്നും ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും കൂടിയ പ്രതിരോധം എത്ര? അപ്പോൾ നമുക്ക് R1 is equal to 2 ohm, R2 is equal to 3 ohm and R3 is equal to 6 ohm. ഇവ മൂന്നും ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും കൂടിയ പ്രതിരോധം. ഏറ്റവും കൂടുതൽ എപ്പോഴാണ് കിട്ടുക? സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ അല്ലേ? നമ്മൾ പഠിച്ചതല്ലേ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ. അപ്പം ആർ സീരീസിൻ്റെ ഇക്വേഷൻ എന്താ? ആർ സീരീസ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഞാൻ എന്തുകൊണ്ടാണ് സീരീസ് എടുക്കുന്നത്? ഏറ്റവും കൂടുതൽ പ്രതിരോധം കിട്ടുക നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, R1 2 പ്ലസ് 3 പ്ലസ് 6 എത്ര കിട്ടും? 3 2 5 5 6 11 ഓം. ഇതാണ് എന്ത്? ഏറ്റവും കൂടിയ പ്രതിരോധം. ഈ 3 റെസിസ്റ്റേഴ്സ് വെച്ച് കിട്ടാൻ പറ്റുന്നത്. ഇനി ഇവ മൂന്നും ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ പ്രതിരോധം. എത്ര റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ പ്രതിരോധം കിട്ടാൻ നിങ്ങൾക്ക് വേറെ രണ്ടാമത് ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് പാരലലിൽ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 3 റെസിസ്റ്റേഴ്സ് പാരലൽ കണക്ട് ചെയ്താലുള്ള ഫോർമുല എന്താ? 1/Rp is equal to 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഫോർമുല എഴുതാൻ മറക്കരുത്. അപ്പോൾ 1/Rp 1/2 പ്ലസ് 1/3 പ്ലസ് 1/6. അപ്പോൾ ഇതിൻ്റെ LCM എത്രയാണ് വരിക? 6. അപ്പോൾ ഇവിടെ 3 3 2 6. അപ്പോൾ ഇവിടെ 2 പ്ലസ് 1. അപ്പം 3 2 5 1 6. അപ്പോൾ 6/6 1 കിട്ടും. ഏത്? 1/Rp. അപ്പോൾ RP എത്രയാ? 1 ഓം കിട്ടും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രതിരോധം എത്രയാ? 1 ഓം. ഇവിടെ 11 ഓം. ഇനി ഇവ മൂന്നും പ്രയോജനപ്പെടുത്തി 4.5 ഓം പ്രതിരോധം ഉണ്ടാക്കാൻ കഴിയുമോ? സർക്യൂട്ട് ചിത്രീകരിക്കുക. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ഇത് 3 ഉപയോഗിച്ചിട്ട് നമുക്ക് 4.5 ഓം ആക്കണം. നമ്മളിപ്പോൾ എന്താ കണ്ടത്? സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ 11ഉം പാരലൽ കണക്ട് ചെയ്യുമ്പോൾ 1ഉം കിട്ടി. ഇനി വേറെ ഏതാ മെത്തേഡ് ഉള്ളത്? നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പം പറഞ്ഞ 3 റെസിസ്റ്റേഴ്സ് തന്നാലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു? ഇങ്ങനെ ഒരു കണക്ഷൻ, ഇത് അറിഞ്ഞിരിക്കണം. ഇത് ഞാൻ അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 2 ടൈപ്പ് എഴുതാൻ പറ്റുന്നത് 2 റെസിസ്റ്റർ സീരീസ് കണക്ട് ചെയ്യുക, പിന്നെ അതിനെ കൊണ്ട് പാരലൽ കണക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ട്രൈ ചെയ്യാം. 4.5 ആണ് വരേണ്ടത്. അപ്പോൾ 4.5 കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആയിട്ടില്ലെങ്കിൽ അടുത്തത് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 4.5 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഒന്ന് ജസ്റ്റ് ആലോചിച്ചതിന് ശേഷം നമുക്ക് റെസിസ്റ്റേഴ്സ് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ സീരീസിൽ 2 കൊടുക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ 3ഉം 6ഉം ആണ് അല്ലേ? അപ്പുറത്തുള്ളത് ബാക്കി 3ഉം 6ഉം ആണ്. അപ്പോൾ 3ഉം 6ഉം വന്നാൽ എത്ര വരും? 3 × 6/3 + 6 എത്ര വരും? 18/9. അപ്പോൾ 2 കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 2ഉം ഇവിടെ 6 3ഉം കൊടുത്താൽ 2 + 2 കിട്ടും. അപ്പോൾ 4 കിട്ടുള്ളൂ. നമുക്ക് എത്ര കിട്ടണം? 4.5 കിട്ടണം. പിന്നെ അടുത്ത എന്താ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഞാനിവിടെ 6 കൊടുത്തു കഴിഞ്ഞാൽ 6 + എത്രയും വരും. പക്ഷെ നമുക്ക് 4.5 ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് 6 ഇവിടെ കൊടുക്കാൻ പറ്റില്ല. പിന്നെയുള്ള ചിന്ത 3 ആണോ 2 ആണോ എന്നാണ് അല്ലേ? അപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ 3ഉം 6ഉം അപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ഓം ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 3 കൊടുക്കാം. ഇവിടെ 3 ഓം 2 ഓം ആൻഡ് 6 ഓം. അപ്പോൾ എത്ര വരും? 3 + 6 × 2 ഡിവൈഡഡ് ബൈ 6 + 2. എത്ര വരും? 3 + 12 ഡിവൈഡഡ് ബൈ
8. എത്ര വരും? 3 + 3/2 എന്ന് വരും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ 2 3 വരും. അപ്പം 3 + 3/2. 3/2 എത്രയാ? 1.5. അപ്പോൾ എത്രയാ? 3 + 1.5 = 4.5 ohms. കിട്ടിയില്ലേ ആൻസർ? അതെങ്ങനെ ചിന്തിച്ചത്? നമ്മൾ ആദ്യം 2 ടൈപ്പ് ഉണ്ട്, ആക്ച്വലി 4 ടൈപ്പ് ഉണ്ട്. 3 റെസിസ്റ്റേഴ്സ് തന്നാൽ സീരീസും പാരലും. അതിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അത് 4.5 അല്ല എന്ന് ഉറപ്പാണ്. നമുക്ക് വാല്യൂസ് ഓൾറെഡി കിട്ടിയതാണ്. അപ്പം അടുത്ത കോമ്പിനേഷൻ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോസിബിലിറ്റി ആലോചിച്ചതിന് ശേഷം മാത്രം വാല്യൂ കൊടുക്കുക. ഞാൻ എന്താ ചെയ്തത്? ആദ്യം ഞാൻ ഇവിടെ 2 ഓം കൊടുത്താൽ ബാക്കിയുള്ളത് 3ഉം 6ഉം ആണ്. 3ഉം 6ഉം കൊടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ ഇവിടെ എന്ത് പറ്റി? 3 × 6/3 + 6 എത്ര കിട്ടി? അത് 2 എന്ന് കിട്ടി. അപ്പോൾ 2ഉം അപ്പോൾ എത്ര വരും? നമുക്ക് ആകെ 4 ഓം കിട്ടും. നമുക്ക് 4 അല്ല ആവശ്യം. നമുക്ക് ആവശ്യം എത്രയാ? 4.5. അപ്പോൾ 3ന് ഇവിടെ കൊടുത്തു, 2ഉം 6ഉം ഇവിടെ കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടി. അപ്പം ഇങ്ങനെ ആലോചിച്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ പല ടൈപ്പ് നിങ്ങൾ എടുത്ത് ചെയ്യണം, എന്നാലേ അത് നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത്. ഇനി അടുത്തത് ഒരു ട്രിക്കിയാണ്. ഒരു കുട്ടിയുടെ കൈവശം അനേകം 2 ഓം പ്രതിരോധകങ്ങളുണ്ട്. കുട്ടിക്ക് 9 ഓം സഫല പ്രതിരോധം ലഭിക്കുന്ന സർക്യൂട്ട് ആവശ്യമുണ്ട്. അതിനായി ഏറ്റവും കുറഞ്ഞ എണ്ണം പ്രതിരോധകങ്ങൾ ഉപയോഗിച്ച് സർക്യൂട്ട് വരയ്ക്കുക. എത്ര 2 ഓം എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ഏറ്റവും കുറവ് യൂസ് ചെയ്തിട്ട് 9 എങ്ങനെ കിട്ടും നോക്കാം. അപ്പം നമുക്കിത് ട്രൈ ചെയ്യാം. എന്താ? 1 2 3 4 4 കൊടുത്താൽ തന്നെ 2 ഓം 2 ഓം 2 ഓം 2 ഓം. ഇവിടെ എത്ര കിട്ടി? 8 ഓം കിട്ടി. ഇനി എത്ര കിട്ടണം? 9 അല്ലേ കിട്ടേണ്ടത്. ഇതിൻ്റെ കൂടെ 2 ഓമിൻ്റെ ഇങ്ങനത്തെ ഒരു പാരലൽ കോമ്പിനേഷൻ നോക്കൂ. അപ്പോൾ ഇവിടെ എത്ര വരും? 1 ഓം 1 ഓം. ഇത് 2 ഓം 2 ഓമും പാരലൽ കണക്ട് ചെയ്താൽ നമുക്ക് 1 ഓം കിട്ടും. അപ്പം 2 4 6 8 ഇവിടെ 1 ഓം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എത്ര റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തു? 1 2 3 4 6 റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് 9 ഓം കിട്ടി. ഓക്കെ. ഇനി അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഒരു സർക്യൂട്ടിലെ പവറിനെ സൂചിപ്പിക്കാത്തത് ഏത്? സൂചിപ്പിക്കുന്നതല്ല ചോദിച്ചത്, സൂചിപ്പിക്കാത്തതാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഫോർമുല നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോയതെല്ലാം കൺഫ്യൂഷൻ ആവും. എപ്പോഴും തരുന്ന പണിയായത്. ഓക്കെ. അപ്പം I²R എന്താണ്? പവറാണ് അല്ലേ? I²R പവറാണ്. VI പവറാണ്. IR² പവറാണോ? ആലോചിച്ച് നോക്കൂ. V²/R പവറാണ്. അപ്പോൾ ഇവിടെ ഏതാ? IR² ആണ്. സൂചിപ്പിക്കാത്തതാണ്. ആരും തെറ്റിദ്ധരിക്കരുത്, സൂചിപ്പിക്കാത്തതാണ്. ഇതിൽ ഏതാണ് പവർ അല്ലാത്തതെന്ന് ചോദിച്ചിരിക്കണേ. ഓക്കെ. ഇനി അടുത്തത്, 220 വോൾട്ട് 100 വാട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു ഇലക്ട്രിക് ബൾബ് 110 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പവർ എത്രയായിരിക്കും? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ ഒരേ ബൾബ് 2 വോൾട്ടേജിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും. ആ ഐഡിയ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ V1 = 20 വോൾട്ട്, P1 = 100 വാട്ട്. ഇനി V2 = 110 വോൾട്ട്, P2 = എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പവറിൻ്റെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു സെയിം ക്വസ്റ്റ്യൻ. അപ്പം എന്തായാലും ഒന്നുകൂടി ചെയ്യാം. അപ്പം V1ഉം P1ഉം V2ഉം P2ഉം കിട്ടി. അപ്പം നമ്മൾ പവറിൻ്റെ ഇക്വേഷൻ റെസിസ്റ്റൻസുമായിട്ട് റിലേറ്റഡ് ചെയ്ത പവറിൻ്റെ ഇക്വേഷൻ ഏതാ? P = V²/R or R = V²/P. അപ്പം നമുക്ക് R = V1²/P1 എന്ന് എഴുതാം ഫസ്റ്റ് ഇക്വേഷനിൽ. അതേപോലെ R = V2²/P2 എന്നും എഴുതാം. അപ്പോഴോ 2 സൈഡിലും റെസിസ്റ്റൻസ് സെയിം ആണ്. അപ്പം V1²/P1 = V2²/P2. അപ്പം നമുക്ക് P2ൻ്റെ ഇക്വേഷൻ P2 = V2²/V1² × P1. അപ്പം V2/V1 2² × P1 എന്ന് എഴുതാം. അപ്പോൾ V2 എത്രയാ? ഇതാണ് ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. V2 എത്രയാ? 110. V1 220 2². P1 എത്രയാ? 100. അപ്പോൾ ഇവിടെ എന്താ 110 220 ഡബിൾ അല്ലേ? 220 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1/2 2² × 100. 1/2 2² എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4. അപ്പോൾ 100/4 = 25 വാട്ട്സ്. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഇത് MCQ ആയതുകൊണ്ട് നമ്മൾ ഈസിയസ്റ്റ് മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ. ഇനി നിങ്ങൾ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ എന്ത് പറ്റും? റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ
ആ വാല്യൂ കണ്ടുപിടിച്ച് പിന്നെ ആദ്യം I²R അല്ലെങ്കിൽ അങ്ങനെ വാല്യൂ ഇട്ട് ചെയ്യേണ്ടി വരും. അത് ലെങ്തി പ്രോസസ്സാണ്. ഇതിപ്പോൾ ഇത്ര ഈസി ആയിട്ട് ഇടില്ലേ, വേറെ അധികം കാൽക്കുലേഷനൊന്നുമില്ല, മെത്തേഡും കറക്റ്റാണ്. ഓക്കെ, ഇനി ചുവടെ നൽകിയിരിക്കുന്ന ഉപകരണങ്ങളിൽ ഒരു സർക്യൂട്ടിലെ ഉപകരണത്തിന് സമാന്തരമായി ഘടിപ്പിക്കേണ്ടത് ഏത്? സമാന്തരം, രണ്ട് രീതിയിൽ, ശ്രേണി രീതിയും സമാന്തര രീതിയും. അപ്പം ഏത് ഉപകരണമാണ് സമാന്തരമായി ഘടിപ്പിക്കേണ്ടത്? വോൾട്ട് മീറ്റർ. അമ്മീറ്ററും ഗാൽവനോമീറ്ററും നമ്മൾ ശ്രേണി രീതിയിലാണ് കണക്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്തത്, ഒരു 12 വോൾട്ട് ബാറ്ററി പ്രതിരോധകവുമായി ബന്ധിപ്പിച്ചപ്പോൾ അതിലൂടെ 2.5 മില്ലി ആംപിയർ കറണ്ട് പ്രവഹിച്ചു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വി തന്നിട്ടുണ്ട് 12 വോൾട്ട്, കറണ്ട് 2.5 മില്ലി ആംപിയർ. മില്ലി പറഞ്ഞാൽ എന്താ? 10⁻³ 2.5 × 10⁻³ ആംപിയർ. ഇനി എന്താ? പ്രതിരോധം കണ്ടുപിടിക്കാൻ നമുക്കറിയാം, R = V/I. അപ്പം ഇത് ബുദ്ധിമുട്ടുള്ളതല്ല, പക്ഷെ ആകെ നമ്മളെ ട്രാപ്പിലാക്കുന്നത് എന്താ? ആ മില്ലി ആംപിയർ തന്നിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് 2.5 എടുത്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം 12 വോൾട്ട് 12 ഡിവൈഡഡ് ബൈ 2.5 എത്ര കിട്ടും? 8 × 10⁻³ ഓംസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താ? ആ മില്ലി ആംപിയറിനെ മാത്രം ഒന്ന് മാറ്റിയാൽ മതി. ഓക്കെ, ഇനി ഒരു 9 വോൾട്ട് ബാറ്ററിയുമായി 0.2 ഓം, 0.3 ഓം, 0.4 ഓം, 0.5, 12 എന്നീ റെസിസ്റ്ററുകൾ സമാന്തരമായി ബന്ധിപ്പിച്ചാൽ 12 ഓം പ്രതിരോധകത്തിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം വി എത്രയാ? 9 വോൾട്ട്. അപ്പം പ്രതിരോധങ്ങൾ സമാന്തരമായി ഘടിപ്പിക്കും. നമുക്കറിയാം വോൾട്ടേജ് സെയിം ആണ്, എല്ലാ റെസിസ്റ്ററിനും വോൾട്ടേജ് സെയിം ആണ്. അപ്പം കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? I = V/R. വി എത്രയാ? 9. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാ? 12 ഓമിലേക്കൂടെ. അപ്പം 9 ഡിവൈഡഡ് ബൈ 12 ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. 9/12 0.75 ആംപിയർ എന്ന് കിട്ടും. ഇവിടെ നമ്മളൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇവിടെ ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 0.2 പോകുന്ന കറണ്ട് എത്രയാണ്? അപ്പോൾ എന്ത് ചെയ്യണം? 9/0.2. 0.3 ആണെങ്കിൽ 9/0.3 അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇത് സീരീസ് ആണ്. സീരീസ് ആണെങ്കിൽ എന്ത് പറ്റും? നമുക്കതെല്ലാം ആഡ് ചെയ്ത് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്ത്, അത് ലെങ്തി പ്രോസസ്സാണ്. ഇതെന്താ? സമാന്തര ശ്രേണിയാണ്. സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോൾ എല്ലാ റെസിസ്റ്ററിനും സെയിം വോൾട്ടേജ് ആണ് കിട്ടുക. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇത്ര ഈസി ആയത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ചിത്രം വരക്കാഞ്ഞ അവിടെ. ഇനി 220 വോൾട്ട് സപ്ലൈയിൽ 5 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നതിന് 176 ഓം പ്രതിരോധമുള്ള എത്ര പ്രതിരോധകങ്ങൾ സമാന്തരമായി ബന്ധിപ്പിക്കണം? ഇത് നല്ലൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എത്രയുണ്ട്? വി എത്രയാ? 220 വോൾട്ട്, കറണ്ട് 5 ആംപിയർ. നമുക്ക് ഇതിലെ കൂടെ എത്ര ടോട്ടൽ റെസിസ്റ്റൻസ് നോക്കാം ആദ്യം. R = V/I. വി എത്രയാ? 220. I എത്രയാ? 5 ആംപിയർ. 220/5 എത്ര കിട്ടും? 44 എന്ന് കിട്ടും. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാ? സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് 44 ആണ്. അപ്പം നമുക്ക് എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ? 176 ഓം ഉണ്ട്. ഇപ്പം ഈ R എന്ന് പറയുന്നത് എന്താ? R പാരലലാണ്. അപ്പം 176 ഓം ഉള്ള എത്രയോ റെസിസ്റ്റേഴ്സ്. അപ്പം നമുക്ക് പറയാം N റെസിസ്റ്റേഴ്സ് കണക്റ്റഡ്. N 176 ഓം കണക്റ്റഡ് ഇൻ പാരലൽ എടുത്ത് നോക്കാം. ഓക്കെ, സമാന്തരമാണ്. സമാന്തരമായി ബന്ധിപ്പിക്കുമ്പം 176 ഓമുള്ള N റെസിസ്റ്റേഴ്സ് പാരലായി എടുത്താൽ, നമ്മൾ ഷോർട്ട് കട്ട് ഫോമുല പഠിച്ചിട്ടില്ലേ? N റെസിസ്റ്റേഴ്സ് പാരലൽ കണക്ട് ചെയ്താൽ RP = R/N അല്ലേ? R എത്രയാ? ഇതിലിവിടെ നമുക്ക് R/N എന്ന് പറയുമ്പോൾ RP ആണ് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ, ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം 44 = 176/N, അല്ലെങ്കിൽ N = 176/44. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 എന്ന് കിട്ടും. നോക്കാമല്ലോ, നമുക്കിവിടെ 4 ഉണ്ടല്ലോ ഓപ്ഷനിൽ. മനസ്സിലായോ? നമുക്ക് 220 വോൾട്ടിൽ 5 ആംപിയർ വൈദ്യുതിയാണ് പ്രവഹിക്കുന്നത്. ഓക്കെ, 5 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ നമുക്ക് അതിൽ 176 ഓമുള്ള എത്ര എണ്ണം കണക്ട് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് 44 കിട്ടി. അപ്പോൾ 176 ഓമിൻ്റെ N റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോഴാണ് എന്ത് 44 കിട്ടുന്നത്. എങ്ങനെ? സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോൾ. അപ്പം 4 എണ്ണം കണക്ട് ചെയ്താൽ മതി. ഓക്കെ,
അപ്പോൾ ഇതാണ് മെത്തേഡ്. ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളൂ. ഇത് കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ലാസ്റ്റ് 3 പ്രതിരോധകങ്ങൾ ഏത് രീതിയിൽ ബന്ധിപ്പിച്ചാലാണ് 9 ഓം 4 ഓം പ്രതിരോധം ലഭിക്കുക എന്ന് ചിത്രീകരിക്കുക. 3 പ്രതിരോധകങ്ങൾ ഏത് രീതിയിൽ ബന്ധിപ്പിച്ചാലാണ്. 3 പ്രതിരോധകങ്ങൾ എന്നുള്ളതിൽ എവിടെയും ക്വസ്റ്റ്യനിൽ അവർ എത്ര ഓം ആണെന്ന് എത്ര പ്രതിരോധമാണെന്ന് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക, എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന്? നമുക്ക് തന്നിട്ടില്ലല്ലോ വാല്യൂ. 3 എത്രയും നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ 3 2 ഓം 3 ഓം 6 ഓം എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ കുറേ 1 ഓം എടുത്ത് നോക്കുക, 2 ഓം എടുത്ത് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ 6 ഓമിൻ്റെ ഒരു കേസിൽ നമുക്ക് ഈ രണ്ടും കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, 6 ഓം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ നോക്കുക. 6 ഓമിൽ 6 ഓം 6 ഓം 6 ഓം. അവിടെ നമ്മൾ ജസ്റ്റ് ചിത്രീകരിക്കാനാണ് പറഞ്ഞത്. അത് കാരണം നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര വരും? 6ഉം 6ഉം പാരലായിട്ട് കണക്ട് ചെയ്ത, സമാന്തരമായിട്ട് കണക്ട് ചെയ്താൽ ഇവിടെ 3 ഓംസ് കിട്ടും, അല്ലേ? അപ്പം 6 + 3 എത്ര വരും? 9 കിട്ടും. ഇതാണ് എന്ത്? 9 ഓമിൻ്റെ സർക്യൂട്ട്. ഇനി 4 ഓം എങ്ങനെ കിട്ടും? ഇതേ റെസിസ്റ്റർ കണക്ട് ചെയ്താൽ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ചെയ്യാം. ഇങ്ങനെ ഇത് 6, അതേപോലെ ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 6. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നാൽ ഇവിടെ 6 ഓം 6 ഓം 6 ഓം 6 ഓം 6 ഓം 6 ഓം, അല്ലേ? അപ്പോൾ ഇത് എത്ര വരും? 3 6 ഓം പാരലായിട്ട് കണക്ട് ചെയ്താൽ 6/3. ഇവിടെ എത്ര കിട്ടും? 2 ഓം കിട്ടും. അതേപോലെ ഇവിടെ എത്ര വരും? 6/3 = 2 ഓം. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും പ്ലസ് ചെയ്യണം നമ്മൾ, അല്ലേ? ഈ ബോക്സ് ഈ പാരലൽ കണക്ഷനും ഈ പാരലൽ കണക്ഷനും സീരീസിലാണ്, അല്ലേ? അപ്പോൾ എത്ര വരും? 2 + 2 4 ഓം എന്ന് കിട്ടും. അപ്പോൾ ഇത് 4 ഓമും ഇത് 9 ഓമും കിട്ടും. ഓക്കെ, അവർ കറക്റ്റ് വാല്യൂസ് പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ. പക്ഷെ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പല റെസിസ്റ്റർ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയാൽ 3 പ്രതിരോധകങ്ങളല്ലേ ചോദിച്ചിരിക്കുന്നത്. 3 പ്രതിരോധങ്ങൾ, നമുക്കതിന് 3 പ്രതിരോധങ്ങൾ 6 ഓമുള്ള 3 പ്രതിരോധകങ്ങൾ ബന്ധിപ്പിച്ച 9 ഓമും 4 ഓമും പ്രതിരോധം ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും വിലയിരുത്താന്നുള്ള പാർട്ടിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഡൗട്ട് ക്ലിയറിങ്ങിന് വേറൊരു സെഷൻ വെക്കാം. എല്ലാ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത ചാപ്റ്റർ, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ തുടങ്ങും. വൈദ്യുത കാന്തിക ഫലം, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ടോപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ എടുക്കാൻ പോകുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കഴിയുന്നത്ര ഞാൻ ഡെമോൺസ്ട്രേഷൻസ് ആയിട്ട് വരാം അതിന്. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.